ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓവണും ബീറ്ററും മിക്സിയും കുക്കറും ഒന്നും യൂസ് ചെയ്യാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മിനി സീബ്ര സ്പോഞ്ച് കേക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നൊന്ന് നോക്കിയാലോ. നമ്മുടെ മിനി സീബ്ര സ്പോഞ്ച് കേക്ക് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി വെള്ളത്തിന്റെ ഒട്ടും അംശമില്ലാത്തൊരു ബൗളിന് മീതെയായിട്ട് ഒരു സ്റ്റെയിനർ വെച്ച് കൊടുക്കാം. ഈ സ്റ്റെയിനറിലേക്ക് നമുക്ക് മെഷർമെന്റ് കപ്പിൽ ഒരു കപ്പ് മുഴുവനായിട്ടുമുള്ള മൈദ ഇട്ട് കൊടുക്കാം. മെഷർമെന്റ് കപ്പ് കയ്യിലില്ലാത്തവരാണെങ്കിൽ വീട്ടിൽ സാധാരണ ചായ കുടിക്കുന്ന ഏതെങ്കിലും ഒരു ഗ്ലാസ്സിൽ ഈ ഇൻഗ്രീഡിയൻസുകൾ കറക്റ്റ് അളവിൽ അളന്നെടുത്താൽ മതി. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിലുള്ള ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിലുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഫ്ലോർ മിക്സ് ഒട്ടും തന്നെ കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് തരിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഫ്ലോർ മിക്സ് ഒട്ടും തന്നെ കട്ടകളില്ലാതെ നന്നായിട്ട് തരിച്ചെടുത്തിട്ടുണ്ട്. ഈ ഫ്ലോർ മിക്സ് ഇനി നമുക്ക് മാറ്റി വെക്കാം. അടുത്തതായി നമുക്ക് മറ്റൊരു ബൗളിൽ 3 കോഴിമുട്ട എടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച കോഴിമുട്ടയാണെങ്കിൽ തണുപ്പ് പോയതിന് ശേഷം മാത്രം യൂസ് ചെയ്താൽ മതി. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് മുഴുവനായിട്ടുമുള്ള പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ അളവിലുള്ള വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. വാനില എസൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ഹാൻഡ് വിസ്ക് വെച്ച് ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഹാൻഡ് വിസ്ക് വെച്ച് ചെയ്യുമ്പോൾ കുറച്ചധികം സമയം വേണ്ടി വരും, അത്രയേ ഉള്ളൂ. ഹാൻഡ് വിസ്ക് കയ്യിലില്ലാത്തവരാണെങ്കിൽ മിക്സിയുടെ ജാറിൽ 1 മിനിറ്റ് നേരം ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മാത്രം മതി. നമ്മളിവിടെ മിക്സിയോ അതുപോലെ തന്നെ ഇലക്ട്രിക് ബീറ്ററോ യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു ഹാൻഡ് വിസ്ക് മാത്രമേ നമ്മളിവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. എഗ്ഗ് നമ്മൾ ബീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ട് 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് നിർത്താം. അടുത്തതായി നമുക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. മെഷർമെന്റ് കപ്പിൽ 1/2 കപ്പ് മുഴുവനായിട്ടുമുള്ള ഓയിലാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി കൂടുതലായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് സാവധാനം പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അടുത്തതായി നമുക്കിനി ഫ്ലോർ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്ലോർ മിക്സ് മുഴുവനായിട്ടും ഒരുമിച്ച് ആഡ് ചെയ്ത് കൊടുക്കരുത്. ആദ്യം പകുതി മാത്രം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഫ്ലോർ മിക്സ് നമ്മൾ പകുതി മാത്രമേ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഹാൻഡ് വിസ്ക് വെച്ച് വളരെ സോഫ്റ്റ് ആയിട്ട് സാവധാനം ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ തിരിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ഫ്ലോർ മിക്സ് മുഴുവനായിട്ടും ആഡ് ചെയ്ത് കൊടുക്കാം. മുഴുവൻ ഫ്ലോർ മിക്സും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും സാവധാനം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മിനി സീബ്ര സ്പോഞ്ച് കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സാവധാനമാണ് നമ്മളിത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ കേക്ക് ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി ഇത് നമുക്ക് 2 ബൗളിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അടുത്തതായി ഒരു ബൗളിലുള്ള മിക്സിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള റെഡ് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഏതെങ്കിലും നല്ല ബ്രാൻഡിൻ്റെ ഫുഡ് കളർ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു ഹാൻഡ് വിസ്ക് വെച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ റെഡ് മിക്സും വൈറ്റ് മിക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബാറ്റർ സെറ്റ് ചെയ്യാം. കേക്ക് ബാറ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ചെറിയ സ്റ്റീൽ ബൗൾസാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് വൈറ്റ് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോ ടേബിൾ സ്പൂൺ അളവിലുള്ള വൈറ്റ് മിക്സ് ആണ് നമ്മളിവിടെ ആദ്യം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ ടേബിൾ സ്പൂൺ റെഡ് മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ മാറി മാറിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു ബൗളിൽ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇത് പതുക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ബാക്കിയെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം. 6 എണ്ണത്തിലാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊന്ന് ഡിസൈൻ ചെയ്യാം. അതിനുവേണ്ടി ഇതിൻ്റെ സെൻട്രൽ ഭാഗത്തു നിന്നായിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് പതുക്കെ വരഞ്ഞു കൊടുക്കാം. വരഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് തുടച്ചെടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ വരഞ്ഞെടുക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അപ്പോൾ ഇതാ ഒരെണ്ണം നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സ്പൈഡർ നെറ്റ് പോലെയാണ് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാം ഡിസൈൻ ചെയ്തെടുത്തു. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്.
ഈ പാനിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു പഴയ തവയാണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ പാന് നമ്മൾ 5 മിനിറ്റ് നേരം നന്നായിട്ട് അടച്ചു വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഈ കേക്ക് ബാറ്റർ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നത്. 4 ബൗളേ നമുക്കിതിലേക്ക് വെക്കാൻ പറ്റുന്നുള്ളൂ, ബാക്കി പിന്നീട് ചെയ്യാം. ഇനി നമുക്ക് പാന് അടച്ചു വെക്കാം. പാന് അടച്ചു വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഹോൾസ് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് നന്നായിട്ട് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. കേക്ക് ബേക്ക് ആകാൻ വേണ്ടി വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നു നോക്കാം. കേക്ക് എല്ലാം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ടാണ് ഇരിക്കുന്നത്. ചൂടാറിയതിന് ശേഷം മാത്രമേ നമുക്കിത് പുറത്തേക്ക് എടുക്കാവൂ. ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളതും നമുക്കിനി ബേക്ക് ചെയ്യാം. അടുത്തത് കൂടി നമുക്ക് പാനിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ബാക്കി വന്നിട്ടുള്ള റെഡ് മിക്സ് നമ്മൾ ഒരു പാത്രത്തിലായിട്ട് ഒഴിച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് പാൻ അടച്ചു വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മിനി സിബ്ര സ്പോഞ്ച് കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.